ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഫിഷ് ബിരിയാണി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലത്തെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പും ഏലക്കായും പട്ടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു സവോള പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നുണ്ട് കേട്ടോ. 4 ഗ്ലാസ് കുറച്ച് കുറവ് വെള്ളം ഒഴിച്ച് എടുക്കുക. നമ്മൾ നെയ്ച്ചോറുണ്ടാക്കില്ലേ അതേപോലത്തെ തന്നെ കേട്ടോ. അതന്നെ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ദം ചെയ്തിട്ട് എടുക്കാവുന്നുള്ളൂ കേട്ടോ. മൂടി വെച്ചിട്ട് ഈ വെള്ളം ബോയിലാവുമ്പോൾ തീർക്കും വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വെള്ളം ഇങ്ങനെ ബോയിലായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്തിട്ടെടുത്താൽ മതി. നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മൾ ചോറിക്ക്. ഇനി കുറച്ച് പുതിനയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അരയിട്ട് കൊടുക്കുക. നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരക മസാല റൈസ് ഉണ്ടാവില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. നാരങ്ങ നീര് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇപ്പോൾ തന്നെ മൂടി വയ്ക്കേണ്ട. നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചാൽ മതി. മിക്സ് ചെയ്തിട്ട് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ. നമ്മൾ രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിലേക്ക് കേട്ടോ. ഇനി നമുക്കിത് 3 സവോള എടുക്കുക. അത് നീളത്തിൽ കട്ട് ചെയ്ത് സൈഡിലേക്ക് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇത് പേസ്റ്റ് ആവാൻ പാടില്ല, ഇങ്ങനെ ചതച്ചിട്ട് എടുക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ക്രഷ് ചെയ്തിട്ട് എടുക്കണേ. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ചോറ് അപ്പുറത്ത് അടുപ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറെ പാൻ എടുക്കുക. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫിഷൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. 2 സൈഡ് നമുക്ക് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊട്ടാതെ പീസുകൾ ഒരു ഭാഗത്തേക്ക്, പൊട്ടിയ പീസുകൾ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം കേട്ടോ. സെയിം പാനിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വാടി വരണം കേട്ടോ നമ്മൾ സവോള. ആ സമയത്ത് നമുക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചിയും ചതച്ച് വെച്ചില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
കയറ്റിയെടുക്കുമ്പോൾ അടിപൊളി സ്മെല്ല് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി കേട്ടോ, നല്ല പഴുത്ത തക്കാളി 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വാടി വരണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ആ സവാളയും തക്കാളിയും നന്നായിട്ട് വാടി വരണേ. നമുക്ക് സിമ്പിളായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ബിരിയാണി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കുക. ശാല ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കുക. കഷ്ണങ്ങൾ പൊട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതിലേക്ക് പൊട്ടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ മസാല ഈ ഫിഷ് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കണേ. കണ്ട നമ്മൾ മസാല ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ സമയത്ത് നല്ലൊരു മണമുണ്ടാവും. കണ്ട നമുക്ക് ഫിഷിനൊക്കെ മസാല എങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതുണ്ട്, അങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ചോറിനും മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഗ്രീൻ റൈസ് വേവിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി പകുതി മാറ്റാം. അറിയില്ല നമ്മൾ ദം ചെയ്യാൻ പോകുമ്പോൾ. ഇനി കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടേ. കളറില്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കാഷ്നട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മസാലയും പിന്നെ മീനിൻ്റെ കഷ്ണം പതുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഗരം മസാല മുള്ളൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 4 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഫിഷ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ വെച്ചെടുക്കുക കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ദം ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.